ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി വാഷിംഗ് മെഷീൻ്റെ ടാപ്പ് മാറ്റാൻ പറയുന്നത്. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ടാപ്പിന് പോലെ ഒരു സാധാ ടാപ്പാണ് വെച്ചത്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ടാപ്പ് മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇത് വെച്ചായിരിക്കും നമ്മൾ സാധാ ടാപ്പെല്ലാം സെറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, ഇതിനെ ഒഴിവാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുത് അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും അനങ്ങിയാൽ മതി, ഇത് ലീക്ക് കാണിക്കും. കാര്യം ഈ സ്ക്രൂവിലായിരിക്കും ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ഇതാണ്, ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വാഷിംഗ് മെഷീൻ ടാപ്പിലാണെങ്കിൽ. അപ്പോൾ പലർക്കും അറിയാവുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞൂടാത്തവരുണ്ടാവും. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. നിലവിൽ ഇത് ചുമ്മാ നമുക്ക് അതിലൊരു വാഷർ വരുന്നുണ്ട്, ഇതിലൊരു വാഷർ വരുന്നുണ്ട്. വാഷർ ആദ്യം ഇതിൽ ഇടണം, എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് ലോക്കാണ്, ഒരു ക്ലിപ്പ് കണക്കാണ്. അപ്പോൾ ഈ ക്ലിപ്പിൽ അങ്ങ് പിടിച്ചിട്ട് ഓക്കെ, അതിന് മുമ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം ഈ ക്ലിപ്പിൽ പിടിച്ചിട്ടാണ്. അത്രയേ ഉള്ളൂ. ഈ ടാപ്പിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലീക്ക് കാണിക്കും. കാര്യം ഇതിന് വാഷറോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ടഫ്ലോൺ അടിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ലീക്ക് ഇല്ല, ഇവിടെ ഉണ്ട് ചെറിയ ലീക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ടഫ്ലോണും കൂടെ അടിച്ചു കൊടുക്കണം. കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിൽ വാഷർ ഇല്ലാത്തതുകൊണ്ടാണ്. അതെ, ഈ ടഫ്ലോൺ അങ്ങ് അടിച്ചു കൊടുക്കണം. കാര്യം ഇത് കമ്പനി തന്നിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. തന്നിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇത് കസ്റ്റമറിന് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഭയങ്കര യൂസ്ഫുള്ളാണ്. കാര്യം ഇതിപ്പോൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ കസ്റ്റമർ അല്ലെങ്കിൽ ഈ ടാപ്പിൻ്റെ സ്ക്രൂ ഇളക്കേണ്ടി വരും. മറ്റേതിനാണെങ്കിൽ ഇതിലാണെങ്കിൽ സ്ക്രൂ ഒന്നും ഇളക്കണ്ട. അവിടെ ഇതേപോലെ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് ടാപ്പ് തുറന്ന് നോക്കണം. മേലിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, അതിപ്പോൾ വരുന്നില്ല. അപ്പോൾ ഇത് അടച്ചതിന് ശേഷം ഇത് ലോക്ക് പിടിച്ചതിന് ഞാൻ ക്ലോസ് ചെയ്ത് കയറ്റി ചെയ്തിട്ടുണ്ടായി. ഇത്ര പരിപാടി കഴിഞ്ഞു. അതേസമയം മറ്റാണെങ്കിൽ സ്ക്രൂ ചെയ്യേണ്ടി വരും. അത് ഒരു തന്നെ ലെവലായില്ലെങ്കിൽ ഇതിന് ലീക്കും വരും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഇളക്കപ്പം വെള്ളം വരുന്നുണ്ട്. അപ്പോൾ കേസുകൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും വരില്ല കസ്റ്റമറിന്. ഓക്കെ, സിമ്പിൾ മെത്തേഡാണ്.